മലയോര മേഖലകളിലെ കാട്ടുമൃഗശല്യം പരിഹരിക്കാൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,24,00,000 സൗരോർജ്ജ വേലി നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കൂടരഞ്ഞി പൂവാറന്തോടിൽ നിർമ്മിക്കുന്ന സൗരോർജ്ജ വേലി നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. മലയോര മേഖലകളിലെ കാട്ടുപന്നി ശല്യം പരിഹരിക്കാൻ RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,24,00,000 സൗരോർജ്ജ വേലി നിർമ്മാണ പ്രവൃത്തിയാണ് ഉദ്ഘാടനം ചെയ്തത്. കൂടരഞ്ഞി പൂവാറന്തോടിൽ നിർമ്മിക്കുന്ന സൗരോർജ്ജ വേലി നിർമ്മാണ പ്രവൃത്തി ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിവകുപ്പിന് ലഭ്യമായ 1.25 കോടി രൂപ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി കൃഷി സംരക്ഷിക്കുന്നതിനും കർഷകരെ സഹായിക്കുന്നതിനും വേണ്ടി വനാതിർത്തി ഫെൻസിംഗ് ചെയ്ത് സംരക്ഷിക്കുക എന്ന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച നടന്നത്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കക്കാടമ്പയിൽ ചീങ്കണ്ണിപ്പാലി മുതൽ കരിമ്പ് വരെയും പൂവാറന്തോട് പൂർണ്ണമായും തിരുവമ്പാടി പഞ്ചായത്തിലെ 3.5 കിലോമീറ്റർ ദൂരവും കവർ ചെയ്യുന്ന രൂപത്തിലാണ് പദ്ധതി വരുന്നതെന്നും 2 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി വകുപ്പിന് ലഭ്യമായ 1.25 കോടി രൂപ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈമാറി കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി വനാതിർത്തി ഫെൻസിംഗ് ചെയ്ത് സംരക്ഷിക്കുക എന്ന പദ്ധതിയാണ് ഇന്നിവിടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൂടരഞ്ഞി പഞ്ചായത്തിനെ പൂർണ്ണമായിട്ടും കക്കാടമ്പയിൽ ചീങ്കണ്ണിപ്പാലി മുതൽ കരിമ്പ് വരെയും പൂവാറന്തോട് പൂർണ്ണമായിട്ടും പിന്നെ പൂവാറന്തോടിന് ശേഷം തിരുവമ്പാടി പഞ്ചായത്തിലെ 3.5 കിലോമീറ്റർ കവർ ചെയ്യുന്ന രൂപത്തിൽ 125 ലക്ഷം രൂപയുടെ 1.25 കോടി രൂപയുടെ പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. ഇത്തരത്തിൽ വനാതിർത്തിയിൽ ഹാങ്ങിങ് ഫെൻസിംഗ് പൂർത്തീകരിക്കുന്നതോടുകൂടി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ് വരുമെന്നും നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയും MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയും ഉള്ള മറ്റു പദ്ധതിയും കൂടി വരുന്നതോടെ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ 37 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും ഹാങ്ങിങ് ഫെൻസിംഗ് ചെയ്ത് സംരക്ഷിക്കാൻ കഴിയുമെന്നും MLA അറിയിച്ചു. ചടങ്ങിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അധ്യക്ഷനായി. കൃഷി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൂടരഞ്ഞി.